പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളൊക്കെ എത്ര കണ്ട് സ്നേഹിച്ചാലും നിങ്ങൾ പാനും തേനും കൊടുത്തു വളർത്തിയാലും ചങ്കാകട്ടെ കരണാകട്ടെ എത്ര വലിയ ആത്മാർത്ഥ സുഹൃത്താകട്ടെ, ഇവരെല്ലാവരും ഒരു ദിവസം നമ്മളെ കൈയൊടിഞ്ഞു പോകുന്നവരാണ്. നമ്മളെ നടുറോഡിൽ ഇറക്കി വിട്ടിട്ട് പോകുന്നത് പോലെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം വേണ്ട സമയം കടന്നു വരുമ്പോ ഏത് ചങ്കാകട്ടെ കരളാകട്ടെ നമ്മൾ സ്നേഹിക്കുന്നവര് മുഴുവനും നമ്മളെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി കളഞ്ഞിട്ട് പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. എപ്പോഴാണ് കളഞ്ഞിട്ട് പോകുന്നതെന്നറിയുമോ? പടച്ചവനെ, 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിയുന്ന ഒരു ദിവസം നിന്റെ വീട്ടിൽ വരാനുണ്ടല്ലോ. അതാ കുളിപ്പിച്ചിട്ട് നിന്റെ ജനാസ എടുത്തുകൊണ്ട് വന്ന് 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിൽ മലർത്തി കിടത്തുമ്പോ നിന്റെ വീട് മുഴുവനും നിറഞ്ഞിരിക്കുകയാണ്. നാട്ടുകാരും കുടുംബക്കാരും കൂട്ടുകാരും, പടച്ചവനെ, നിന്റെ ശത്രുവും നിന്റെ മിത്രവും എല്ലാവരും വിളിക്കാതെ നിന്റെ വീട്ടിൽ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും നിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ ആ 3 കഷ്ടം വെള്ള തുണിക്കകത്ത് നീ മലർന്നു കിടക്കുന്ന സമയമുണ്ടല്ലോ. പടച്ചവനെ, അപ്പോഴാണ് ആരോ ചോദിക്കുകയാ, നീ ആത്മാർത്ഥമായി സ്നേഹിച്ച, നീ ജീവന തുല്യം സ്നേഹിച്ച നിന്റെ കുടുംബക്കാരൻ ചോദിക്കുന്നു, പഞ്ഞി എവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? എന്തിനാണ് പഞ്ഞി ചോദിക്കുന്നതെന്നറിയുമോ? മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. ആയിരക്കണക്കിന് പേര് നിന്നെ അവസാനമായി ഒന്ന് കാണാൻ നിന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോ നീ സ്നേഹിച്ച നിന്റെ കൂട്ടുകാരൻ പറയുകയാ, പടച്ചവനെ, പഞ്ഞിയെടുക്കാ മൂക്കിന്റെ ദ്വാരത്ത് വെക്കുകയാണ്. എന്നിട്ടവര് പറയുകയാണ്, കാണേണ്ടവരൊക്കെ കണ്ടോ, കാണേണ്ടവരൊക്കെ കണ്ടോ. പടച്ചവനെ, പൊതിയാ പോകുകയാണ്. സിറാജിന്റെ ജനാസ വീടിനകത്ത് വെച്ചിട്ട് സിറാജ് സ്നേഹിക്കുന്നവര് വിളിച്ചു പറയുകയാണ്, കാണേണ്ടവരൊക്കെ കണ്ടോ, പൊതിയാ പോകുകയാണ്. പടച്ചവനെ, എന്നെയും നിങ്ങളെയും അവസാനമായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ ആ മരണ വീട്ടിൽ വല്ലാത്ത തിരക്ക് കൂടുമ്പോ നിന്റെ വാപ്പ പറയുകയാ, നിന്റെ മക്കള് പറയുകയാ, നിന്റെ കുടുംബക്കാര് പറയുകയാണ്, കണ്ടതൊക്കെ മതി പൊതിയാന്, കണ്ടതൊക്കെ മതി പൊതിയാന്. പടച്ചവനെ, ജനാസ പൊതിയുകയാണ്. പള്ളിയിൽ നിന്ന് കൊണ്ടുപോകാനുള്ള വാഹനം നിന്റെ വീടിന്റെ മുമ്പിലേക്ക് കടന്നു വന്നോ. പടച്ചവനെ, അതിനകത്തേക്ക് എടുത്തു മലർത്തി കിടത്തുകയാണ്. 6 പേര് ജനാസ ചുമലിലേക്ക് ഏറ്റുമ്പോ ഒരു മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയമപ്പെടാട്, ഒരു കണ്ണുനീരിന് വിലയില്ലാത്ത സമയം, സമാധാനിപ്പിക്കാൻ ആളെ കിട്ടാത്ത സമയം, എല്ലാവരും കരയുകയാണ്, എല്ലാവരും നിലവിളിക്കുകയാണ്. പടച്ചവനെ, മരണ വീട്ടിൽ ആയിരക്കണക്കിന് പേരുണ്ടോ. ആണുങ്ങളും പെണ്ണുങ്ങളും പ്രായമുള്ളവരും കുട്ടികളും കുടുംബക്കാരും കൂട്ടുകാരും നാട്ടുകാരും ആയിരക്കണക്കിന് പേര് നിന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നോ. ഇവരെ പലരെയും നീ സ്നേഹിച്ചവരാണ്, കൂട്ടുകാരെ പോലെ കണ്ടവരാണ്. എന്നാ നിന്റെ കൊട്ടാരം പോലെ പണിതിരിക്കുന്ന വീടിന്റെ ഗേറ്റ് കടന്നു കഴിയുമ്പോ വന്നവർ പലരും അവരവരുടെ വീടുകളിലേക്ക് പോവുകയാണ്. നിന്റെ കൂടെ കുറച്ചു പേരെ വരുന്നുള്ളൂ, ഒരു ന്യൂനപക്ഷം മാത്രമാണ് നിന്റെ കൂടെ കടന്നു വരുന്നത്. ആ ജനാസ ഇവിടത്തെ പള്ളിയിൽ കൊണ്ടുവന്നു. പടച്ചവനെ, പള്ളിക്കകത്ത് ജനാസ കയറ്റി വെച്ചു. നിസ്കരിക്കാൻ പള്ളി നിറയെ ആളാട്, നിസ്കരിക്കാൻ പള്ളി നിറ